ഹലോ, ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല് കേട്ടോ. ഞാൻ ഇന്നൊരു യാത്രയിലാണ്. അത് ഒരു ചട്ടിച്ചോറ് കഴിക്കാനുള്ള മോഹവുമായിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഒരു ചെറിയ മഴക്കൊള്ളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഉച്ച സമയമായി. അപ്പം ഒന്ന് പോയേക്കാന്ന് ഓർത്തു. ഇതിവിടുന്ന് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് 45 മിനിറ്റ് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പം അവിടേക്കുള്ള യാത്രയിലാണ്. ഇവിടെ സമ്മറൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ റോഡുകളൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങളത് നോക്കിക്കേ, അടിപൊളിയായിരിക്കുന്നില്ലേ? പലതരത്തിലുള്ള മഞ്ഞ, പച്ച, വെള്ള, അങ്ങനെ ഓരോ തരം പൂക്കളുമായിട്ട് രണ്ട് സൈഡും ഇരിക്കുന്ന കണ്ടോ? എല്ലായിടത്തും ഇങ്ങനെ അങ്ങനെ ഇതാ ഞങ്ങൾ പോർട്സ്മത്തിലുള്ള സീക്രട്ട് അലേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ എത്തിക്കഴിഞ്ഞു ചട്ടിച്ചോറുണ്ണാൻ വേണ്ടി. ഓർഡറൊക്കെ കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മോനാണെങ്കിൽ ചട്ടിച്ചോറ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് എന്താണെന്ന് ഒരു അറിവുമില്ല. അവനെന്തോ വലിയ സംഭവമാണെന്ന് ഓർത്തുകൊണ്ടായിരിക്കുന്നത്. ചോറാണെന്ന് അറിയുമ്പം എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ചോറ് അവന് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്, എങ്കിലും അവനറിയില്ലല്ലോ ചട്ടിക്കകത്ത് വരുന്നത്. അങ്ങനെ ചോറെത്തിക്കഴിഞ്ഞു. അതിൽ മത്തി വറുത്തതുണ്ട്, പപ്പടമുണ്ട്, മുട്ട പൊരിച്ചത്, ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറിയുമുണ്ട്, പിന്നെ ഒരു ചാറ് കറി, ക്യാബേജ് തോരൻ, പിന്നെ മീൻ കറി, അച്ചാർ വരുന്നതേ ഉള്ളൂ. അപ്പം എല്ലാം കഴിച്ചു കഴിഞ്ഞ് അടിപൊളി ടേസ്റ്റായിരുന്നു. ഒരു നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു. അപ്പം ഞങ്ങളൊരു പാഴ്സൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടെ കിട്ടിക്കഴിഞ്ഞ് പോകാമെന്ന് ഓർക്കുന്നു. ഇവിടെ രാവിലെ ഇപ്പോൾ വന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും തന്നെ പോയി. ഇപ്പോൾ ഇവിടെ എം ടി ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. കുറേ പേരുണ്ടായിരുന്നു വരുമ്പം. അപ്പം അങ്ങനെ ഞങ്ങളുടെ ചട്ടിച്ചോറ് ആഗ്രഹം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് കാർ വാഷ് കണ്ടെന്ന് അവിടെ കൂടെ ഒന്ന് കയറിയേക്കാന്ന് ഓർത്തു. ഇത് കാണിക്കുന്നത് ഞാൻ ഇതുവരെ ആരും ഈ ഒരു കാർ വാഷിങ് കാണിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ല. ഇതിവിടെയുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല, നാട്ടിലുള്ളവർക്ക് വേണ്ടി ഉദ്ദേശിച്ച് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. ആദ്യം അവർ പുറത്ത് നിന്നുകൊണ്ട് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. നിങ്ങൾക്ക് കാണാം ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് ക്ലീൻ ചെയ്യുന്നത്. അത് കഴിയുമ്പം അവർ നമ്മളോട് നമ്മുടെ കാറ് ന്യൂട്രൽ ഗിയറിലിടാൻ പറയും. എന്നിട്ട് നമ്മളങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിന് മുന്നിലൊരു കാറ് കിടക്കുന്നതുണ്ടോ? അപ്പോൾ അവരിതുപോലെ ന്യൂട്രൽ ഗിയറിലിട്ട് അവർ പറഞ്ഞ പോലെ മുന്നോട്ട് പോയതാണ്. അത് കഴിയുമ്പം അവരിത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. അപ്പം നമ്മൾ ഈ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പോകുമ്പം കൊച്ചു പിള്ളേരൊക്കെ വരുമ്പോൾ അവർക്ക് പേടിയാകും. കാരണം അതിൻ്റെ അകത്ത് ഭയങ്കര ഇരുട്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പം അതിൽ കൂടെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടോ ഇപ്പോൾ കാണുന്നത് ഡ്രൈ ചെയ്യുന്നതാണ്. ക്ലീനിങ് കഴിഞ്ഞ് ഡ്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ് പതുക്കെ പൊങ്ങുന്നത് കണ്ടോ? ആ കംപ്ലീറ്റ് ഡ്രൈ ആയി കഴിയുമ്പം ആ ബാർ അവർ പൊക്കും. അപ്പം നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഇതാണ് ഇവിടുത്തെ കാർ വാഷിംഗ് സിസ്റ്റം. ഇതെല്ലാവർക്കും അറിയാവുന്ന ഇവിടെയുള്ളവർക്ക്. അത് ഞാൻ പറഞ്ഞ പോലെ അത് ആദ്യമായിട്ട് കാണുന്നവർക്ക് അതൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, അതിന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.